നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ YMCAയിലാണ്. ഇന്ന് നമ്മളൊരു കൊച്ചുമിടിക്കെ കാണാൻ വന്നതാണ്. 8 വയസ്സുകാരി സാൻവിക. ഈ സാൻവിക ഒരു മികച്ച ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. അതോടൊപ്പം തന്നെ ഈ 8 വയസ്സിനിടയിൽ 2 റെക്കോർഡുകളാണ് ഈ കുഞ്ഞ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അപ്പോൾ ഒരുപാട് കഴിവുകളുള്ള ഈ കുട്ടി അടുത്തൊരു ഇന്ത്യയുടെ തന്നെ ഒരു വാഗ്ദാനമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ 4 വർഷം വളരെ ഗംഭീര വിജയങ്ങളുണ്ടായ കാലഘട്ടമാണ്. 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മത്സരം ആദ്യമായിട്ട് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആലപ്പുഴയിൽ വെച്ചാണ് ആദ്യത്തെ മത്സരം നടന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന് ഹിസ്റ്ററി ആയിട്ട് രേഖപ്പെടുത്തുന്ന കിഡ്സ് ടൂർണമെൻറ്റ് ഫസ്റ്റായിട്ട് വിജയിച്ചത്. അതിൽ പങ്കെടുത്ത കുട്ടിയാണ് സാൻവിക. അന്ന് തൊട്ട് 1, 2, 3-ാമത്തെ കൊല്ലമാണ്. ഇത്തവണത്തെ ആലപ്പുഴ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ആലപ്പുഴ കിഡ്സ് ഗേൾസ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ച് ആ ടീം വിജയം വരിക്കുകയുണ്ടായി. അതിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളതൊക്കെ വലിയൊരു നേട്ടം. ഈ ചെറുപ്രായത്തിൽ 8 വയസ്സുള്ളൊരു കുട്ടി ഒരു ജില്ലാ ടീമിൻ്റെ ക്യാപ്റ്റനാകുകയും അത് വിജയിക്കുകയും ചെയ്യുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അതിന് കാരണബോധം അതിൻ്റെ രക്ഷകർത്താക്കളുടെ അക്ഷീണമായ ഒരു പരിശ്രമം അതിൻ്റെ പുറകിലുണ്ട്. ഈ സാൻവികയ്ക്ക് എല്ലാവിധ ആലപ്പുഴ ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. പ്രാവശ്യത്തെ കിഡ്സ് കാറ്റഗറിയിൽ നടന്ന ജ്യോതിൽ വികറിൽ നടന്ന സ്റ്റേറ്റ് മില്ലിൽ വിന്നേഴ്സും ക്യാപ്റ്റനുമായിരുന്നു. 5-ാം ക്ലാസ് 5 വയസ്സ് മുതൽ വരും. ഇന്നിപ്പോൾ 8 വയസ്സായി. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും കിഡ്സും കളിച്ചത് സബ് ജൂനിയർ 1 വർഷം കളിച്ച് വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ആത്മാർത്ഥമായിട്ട് കളിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്ലെയർ ആകട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ആശംസകൾക്കും. 3-ാമത്തെ കൊല്ലമായിട്ട് ആലപ്പുഴ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വർഷം നമ്മൾ ജയിച്ചു. ഈ വർഷവും ഞങ്ങൾ ജയിച്ചു. അതിൻ്റെ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ച സാൻവിയ ഇപ്പോഴത്തെ 3-ാമത്തെ വർഷമാണ് ഇപ്പോൾ കിഡ്സ് കളിക്കുന്നത്. ഇത് 8 വയസ്സ് പ്രായമേ ഉള്ളൂ. ഒരു നല്ലൊരു റിസൾട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ആലപ്പുഴ ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ അസോസിയേഷന് ഈ പ്ലേയേഴ്സിന് നേടിത്തന്നിരിക്കുന്നത്. ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, അസോസിയേറ്റ് സെക്രട്ടറി റോണി മാത്യു, ജോസ് സേവിയർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇതിലെല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഈ വിജയത്തിൻ്റെ ബാക്കിലുണ്ട്. ആലപ്പുഴ ജില്ല കിഡ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആലപ്പുഴ YMCA 2-ാമത്തെ മത്സരം സെമിഫൈനൽസിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം നടക്കാൻ പോകുന്നത് സെമിഫൈനൽ മത്സരമാണ്. നമ്മളെ പ്രതീക്ഷ ആലപ്പുഴ YMCA വിൻ ചെയ്യുന്നത് തന്നെയാണ്. 2020-ലാണ് നമ്മൾ ഈ ക്യാമ്പ് തുടങ്ങുന്നത്. ഒരു 100 കുട്ടികളിൽ ഓളം ആ ക്യാമ്പിൽ പങ്കെടുത്ത് അതിലൊരു കുട്ടിയായിരുന്നു സാൻവിക. ഒരു 6 വയസ്സിൽ തന്നെ 6 വയസ്സില്ല 5 വയസ്സിൽ തന്നെയാണ് ഈ കളിക്കാൻ വന്നത്. അന്ന് മുതൽ പ്രത്യേകമായൊരു ടാലൻറ്റ് ആ കൊച്ചിനെ കാണാൻ നമുക്ക് സാധിച്ചു. കാര്യം അവളെ ട്രിബിളിങ് ഈ പ്രായത്തിൽ തന്നെ 3 കിഡ്സ് സ്റ്റേറ്റ് കളിക്കാൻ പറ്റുന്നത്, അതുപോലെ 4 ലീഗ് മത്സരങ്ങളിൽ കളിച്ച വ്യക്തി കൂടിയാണ്. 4 ലീഗ് അതിന് ക്യാപ്റ്റനാണ്. ഇപ്പോൾ ഇന്ന് കളിക്കാൻ പോവാണ്. ആദ്യത്തെ കളി ജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത കളിയാണ്. നമ്മളെ സംബന്ധിച്ച് എൻ്റെ മകനും ഇത് ഒരുമിച്ചാണ് കളി തുടങ്ങിയത്. അവൻ സബ് ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ അന്ന് മുതൽ ഈ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹത്തോടെ ചെയ്യുന്നൊരു കുഞ്ഞാണ്. അവളുടെ ഇനിയുള്ള പ്രവർത്തനം കൂടുതൽ വിജയമാക്കി തീരും. ഇനിയും കിടക്കുന്നു. അവളെ സംബന്ധിച്ച് ഇനിയും 2 കിഡ്സ് സ്റ്റേറ്റ് കളിക്കാം, 3 സബ് ജൂനിയർ സ്റ്റേറ്റ് കളിക്കാം. ഇതിനകം കടക്കുവാണ്. അതുകൊണ്ട് അവളെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യക്ക് തന്നെ ഒരു നല്ലൊരു പ്ലെയറായിട്ട് നാഷണലും വിദേശത്തൊക്കെ പോയി കളിക്കാൻ ഇടവരുത്തുന്നു. പ്രത്യേകിച്ച് പേരൻസ് അഡ്വക്കേറ്റ് സുധീഷ് ഇതിനു വേണ്ടി തന്നെയാണ്, ഈ മകൾക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വെളുപ്പിന് 4 മണിക്ക് 4:30 മണിക്കാണ് വിളിച്ചെണ്ണീപ്പിക്കുകയും അതനുസരിച്ച് ഓരോ ദിവസവും
ഇവിടെ കൊണ്ടുപോയി. കാരണം ഇപ്പം തന്നെ താമസിക്കുന്നത് ഒരു 10 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും എല്ലാ ദിവസവും ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാനുള്ളൊരു മനസ്സ് മാതാപിതാക്കൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള കാര്യങ്ങൾ നല്ല മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസത്തോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് സുധീഷ്. ഞാനിവിടെ ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് എൻ്റെ വൈഫ് ആതിര. ആതിര ഇവിടെ അമൃത സെൻറ്റ് മേരീസ് സ്കൂൾ ആലപ്പുഴയിൽ ടീച്ചറാണ്. ഇത് മോൾ സാൻവിക. അമൃത സെൻറ്റ് മേരീസ് സ്കൂളിൽ തന്നെ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5 വയസ്സ് മുതൽ സാൻവിക ആലപ്പുഴ ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ADBAയിലെ ബാസ്കറ്റ്ബോൾ കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 6 വയസ്സ് മുതലുള്ള ആദ്യ കേരള കിഡ്സ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് 3 വർഷങ്ങളിൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിൽ 2 പ്രാവശ്യം വിന്നേഴ്സ് ആകുകയും 1 പ്രാവശ്യം റണ്ണേഴ്സ് അപ്പ് ആകുകയും ചെയ്തു. ഈ വർഷം ആലപ്പുഴ കിഡ്സ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അത് സന്തോഷമുണ്ട്. അവർ ഈ പ്രാവശ്യം വിന്നേഴ്സും സ്റ്റേറ്റ് വിന്നേഴ്സും കൂടെ ആയിരുന്നു. 5 വയസ്സ് മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും ആൾ പ്രാക്ടീസിന് വരുന്നുണ്ട്. ആലപ്പുഴയിലെ കോച്ചുമാരായ സീനിയർ കോച്ച് മാത്യു ഡിക്രൂ സാറ്, അപ്പച്ചൻ എന്ന് വിളിക്കുന്ന സുഭാഷ് സാറ്, നൗഷാദ് സാറ്, YMCയിലെ മോൻകുട്ടൻ സാർ എന്നിവരൊക്കെയാണ് ഇവരുടെ കോച്ചുകൾ. ഇപ്പോൾ നമുക്ക് 2 അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിരിക്കുന്നതിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 8 വയസ്സും 8 മാസവും പ്രായമുള്ളപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ് വിൻസും 4 ഡിസ്ട്രിക്ട് ലീഗ് മാച്ചസും വിൻ ചെയ്തു. അതിനൊരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. പിന്നീട് നമുക്ക് കിട്ടിയ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 1 ഹാൻഡിൽ 185 തവണ ബാസ്കറ്റ് ബോൾ നിർത്താതെ ട്രിബിൾ ചെയ്ത് 60 സെക്കൻഡിൽ ട്രിബിൾ ചെയ്തെന്ന് അതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും അതിന് തന്നെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയിരിക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യമാണ്. സാൻവികയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വളർന്നു വരുന്ന ഈ കുഞ്ഞിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.